മിസ്റ്റർ ശരത്, കടുവകൾ എങ്ങനെയാണ് അവരുടെ അതിർത്തി അടയാളപ്പെടുത്തുന്നത്? കടുവകൾ അവരുടെ പ്രദേശം അടയാളപ്പെടുത്താൻ ഗന്ധവും മാന്തലും ഉപയോഗിക്കുന്നു. Mr. Sarath, does a tiger have enemies? Mainly humans are the tiger's enemy. In the forest, it has no major enemies. മിസ്റ്റർ ശരത്, കടുവകൾ നീന്താറുണ്ടോ? അതെ, കടുവകൾ നല്ല നീന്തൽക്കാരാണ്. അവർക്ക് വെള്ളം ഇഷ്ടമാണ്. Mr. Sarath, how far does a tiger travel? A tiger can travel up to 20 kilometers in a day. മിസ്റ്റർ ശരത്, കടുവകൾ എപ്പോഴാണ് ഇര തേടുന്നത്? കടുവകൾ പ്രധാനമായും രാത്രിയിലാണ് ഇര തേടുന്നത്. മിസ്റ്റർ ശരത്, കടുവകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ടോ? അതെ, കടുവകൾക്ക് രാത്രിയിലും നന്നായി കാണാൻ കഴിയും. മിസ്റ്റർ ശരത്, ഒരു കടുവ എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? കടുവ പതുക്കെ അടുത്തു ചെന്ന് ശരിയായ നിമിഷത്തിൽ ചാടി വീഴുന്നു. മിസ്റ്റർ ശരത്, കടുവകൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? കടുവകൾ ഗർജിച്ചും ഗന്ധമുപയോഗിച്ചും ശരീരഭാഷയിലൂടെയും ആശയവിനിമയം നടത്തുന്നു. മിസ്റ്റർ ശരത്, കടുവകൾ കുടുംബമായിട്ടാണോ താമസിക്കുന്നത്? കടുവകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മയും കുട്ടികളും മാത്രമേ ഒരുമിച്ചുണ്ടാകൂ. മിസ്റ്റർ ശരത്, കടുവയ്ക്ക് എത്ര ശക്തിയുണ്ട്? കടുവയ്ക്ക് അവിശ്വസനീയമായ ശക്തിയുണ്ട്. വലിയ ഇരയെ പോലും വലിച്ചിഴക്കാൻ അതിന് കഴിയും. മിസ്റ്റർ ശരത്, കടുവയുടെ കേൾവിശക്തി എത്രത്തോളം ഉണ്ട്? കടുവയ്ക്ക് വളരെ കേൾവിശക്തിയുണ്ട്. മിസ്റ്റർ ശരത്, ഒരു കടുവയ്ക്ക് എത്ര വലിയ പ്രദേശം ആവശ്യമാണ്? ഒരു കടുവയ്ക്ക് 20 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെ പ്രദേശം ആവശ്യമാണ്.